ഇത് മൈഗ്രേറ്ററി സീസണാണ്. അപ്പോൾ ഈ സീസണിൽ നിരവധിയായിട്ടുള്ള മൈഗ്രേറ്ററി ബേഡ്സൊക്കെ ഇവിടെ വരാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ നമുക്ക് ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗ് സെമിനാറാണ്. സെമിനാറിൻ്റെ ഇടയിൽ കുട്ടികളിങ്ങനെ നോട്ട് ചെയ്തതാണ് ഒരുപാട് ഈ മൈഗ്രേറ്ററി ഡക്സ്, വിസിലിംഗ് ഡക്സ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരുപാട് എണ്ണത്തിനെ കാണാൻ പറ്റി. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞാനിതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്യാം. നമ്മുടെ തക്കേഹര സ്റ്റേഷന് മുമ്പിലുള്ള ഒരു ഇതാണ്. കുറേ മൈഗ്രേറ്ററി ഡക്സാണ്. ഞാൻ എൻ്റെ ക്യാമറയിലുള്ള പിക്ചേഴ്സ് കാണിക്കാം. ഇതാണ് നമ്മുടെ ഡക്കുകളുടെ മൈഗ്രേറ്ററി ഡക്സിൻ്റെ ഒരു കൂട്ടമാണ്. ഏതാണ്ട് ഒരു 60-ലധികം മെമ്പേഴ്സ് ഇതിലുണ്ട്, ഒരു കൂട്ടത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ കുറേ നേരമായിട്ട് നമ്മുടെ സ്ഥലം നമ്മുടെ ഹിരോഷിമ യൂണിവേഴ്സിറ്റിൻ്റെ തക്കേഹര ക്യാമ്പസ്, നമ്മുടെ ഓഫീസിൻ്റെ തൊട്ട് മുമ്പിലുള്ള വാട്ടർ ബോഡിയാണ്, അതായത് കടലാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ സാധാരണയായിട്ട് നമുക്ക് ഡക്സിനെ അങ്ങനെ കാണാറില്ല. ഡക്കുകൾ സാധാരണ നമ്മൾ ബേർഡ് വാച്ചിങ്ങിന് പോകുന്ന മറ്റ് സ്ഥലങ്ങളിലാണ് സാധാരണ കാണാറുള്ളത്. അപ്പോൾ ഇന്നിപ്പം നമ്മൾ ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ 1-2 ഈ മൈഗ്രേറ്ററി സീസണിൽ നമ്മൾ കാണാറുണ്ട്. അല്ലാതെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡക്കുകളെ കാണാറില്ല. അപ്പോൾ ഇന്ന് കുറേ നേരമായിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തോടെ പറന്നത്, വേറെ എവിടുന്നോ മൈഗ്രേറ്ററി ആയിട്ട് വേറെ ഏതോ രാജ്യത്ത് നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. ഏതാണ്ട് ജപ്പാനിൽ ഉടനീളം 30-ലധികം ഡക്കുകളുടെ വിവിധ സ്പീഷീസുകൾ ജപ്പാനിൽ കാണുന്നുണ്ട്. അതിൽ ഭൂരിഭാഗം ആളുകളും സ്പീഷീസും മൈഗ്രേറ്ററി ആണ്. അപ്പോൾ അതിൽ ഒരു സ്പീഷീസ്, അതായത് നമ്മുടെ ഈസ്റ്റേൺ സ്പോട്ട് ബിൽഡ് ഡക്ക് എന്ന് പറയുന്നത്, അത് ജപ്പാനിൽ കോമൺ ആയിട്ട് അതിൻ്റെ ബ്രീഡിംഗ് ഒക്കെ ജപ്പാനിൽ തന്നെയാണ് നടക്കുന്നത്. അത് ത്രൂ ഔട്ട് സീസണിൽ നമുക്ക് ജപ്പാനിലെ പല വാട്ടർ ബോഡീസിലും കാണാൻ വേണ്ടി സാധിക്കും. അപ്പം ഇത് ഒരു എന്താ പറയുക, നമുക്കിത് അപൂർവമായിട്ടൊരു കാഴ്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ കുറേ നേരമായിട്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി ആ ഒരു ഏരിയയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കൂട്ടത്തോടെ കുറേ നേരമായിട്ട് ഇതിൻ്റെ എയറിൽ ഇവർ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. പെട്ടെന്നാണ് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളുടെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നോക്കുമ്പോഴാണ് ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോഴാണ് നമ്മൾ ഈ രീതിയിൽ കാണുന്നത്. കാരണം ഈ ബേർഡ് വാച്ചിങ് നമ്മുടെ കുട്ടികൾക്കും അതുപോലെ നമ്മുടെ ബാക്കിയുള്ള അധ്യാപകർക്കും എല്ലാവർക്കും ബേർഡ് വാച്ചിങ് ഭയങ്കര ഒരു ഹോബിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കാണുമ്പോൾ എല്ലാവരും ഭയങ്കര അട്രാക്റ്റീവായിട്ട് എല്ലാവരും പുറത്ത് വന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇത് വളരെ ദൂരെയാണ്, വളരെ ഡിസ്റ്റൻസിലാണ്. അപ്പോൾ നമ്മൾ ബോട്ടെടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കിത് അവിടെ നിന്ന് പറന്നു പോകും. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന ഇത് നമ്മുടെ 200-500 ലെൻസിൽ 500 mm ഡിസ്റ്റൻസിൽ എടുത്ത ഷോട്ടാണ്, വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ട് നമ്മൾ കാണുന്നത്. വളരെ ഡിസ്റ്റൻസിലുള്ള ഒരു വീഡിയോ ആണിത്. സാധാരണയായിട്ട് ഇത്തരം മൈഗ്രേറ്ററി ഡക്സ് വിൻ്റർ സീസണിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് കാണുക. അപ്പം നമുക്ക് ജപ്പാനിൽ ഇപ്പോൾ ഈ ഒരു വർഷം സാധാരണ ഒരു ഒക്ടോബർ ലാസ്റ്റിലൊക്കെ നമുക്ക് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അതായത് മേപ്പിൾ ട്രീസിൻ്റെ ലീഫ് ഫോളിങ് എല്ലാം കഴിഞ്ഞ് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് നമ്മൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നവംബർ എൻഡായി, ഏതാണ്ട് ഒരു നവംബർ പകുതി കഴിഞ്ഞതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തത്. അതായത് ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് വിസിബിളാണ്. അപ്പോൾ ഇതുവരെയും ആ ഒരു ക്ലൈമറ്റിലുള്ള ഒരു വേരിയേഷൻ കൊണ്ട് തന്നെ നമ്മുടെ മേപ്പിൾ ട്രീസ് ആയാൽ പോലും ഇതുവരെയും പൂർണ്ണമായിട്ടും ആ ഒരു ഇല പൊഴിച്ചിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇതോടൊപ്പം തന്നെ നമ്മളിവിടെ ജപ്പാനിൽ കോമൺ ആയിട്ട് കാണുന്ന ചില ഡക്കുകൾ, അതിൻ്റെ ചില ഫോട്ടോസാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഇവിടെ ബേർഡ് വാച്ചിങ്ങിന് സ്ഥിരമായിട്ട് പോകുന്ന ആ ഒരു ഏരിയയിൽ കാണുന്നത്. ഇത് ത്രൂ ഔട്ട് സീസണിൽ ഇവിടെ ഉണ്ടാകാറുണ്ട് ഈ ഒരു സ്പീഷീസ്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് കണ്ടതിൻ്റെ ലോങ് ആയിട്ടുള്ളൊരു ഷോട്ടാണ്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.